കോൺഗ്രസ് പാർട്ടിയുടെ മികച്ച വനിതാ നേതാവ് എന്ന് പേരെടുത്ത നേതാവാണ് ലതിക സുഭാഷ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ലതിക സുഭാഷ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് വിട്ട് NCPയിൽ ചേർന്നത്. എന്നാൽ രാഷ്ട്രീയ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ലതിക സുഭാഷ് എത്തി നിൽക്കുന്നത്. കൊട്ടിഘോഷിച്ചാണ് ലതിക സുഭാഷ് NCP വഴി LDFന് കൈകൊടുത്തത്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയിട്ട് കെട്ടിവെച്ച കാശ് പോലും തിരിച്ചുപിടിക്കാൻ സാധിക്കാത്ത ഗതികളിലേക്ക് ലതിക സുഭാഷ് വീണു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലിരിക്കെ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് തലമുണ്ടനം ചെയ്ത് ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ട് NCPയിൽ ചേർന്നത്. കോട്ടയം നഗരസഭ 48-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് അധികാരം പിടിച്ചാൽ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനമായിരുന്നു. എന്നാൽ ഫലം പ്രഖ്യാപിച്ചപ്പോൾ NCP നേതാവ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. ഇടതുപക്ഷം പതിവായി 3-ാം സ്ഥാനത്താവുന്ന വാർഡിൽ തന്നെ മത്സരിപ്പിച്ച് അപമാനിച്ചുവെന്ന പരാതിയാണ് ലതിക സുഭാഷ് മുന്നോട്ട് വെക്കുന്നത്. വെറും 113 വോട്ടുമായി കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായ മുൻ കോൺഗ്രസ് നേതാവിന് മത്സരിക്കാനായി രാജിവെച്ച വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ സ്ഥാനവും ഇതോടെ നഷ്ടമായി. രാജിവെച്ച പദവിയിലേക്ക് ഇനി തിരികെ ഇല്ലെന്നായിരുന്നു ലതിക സുഭാഷിന്റെ പ്രതികരണം. UDFിലെ സുശീല ഗോപകുമാറാണ് തിരുനക്കര വാർഡിൽ വിജയിച്ചത്. 703 വോട്ടുകളാണ് UDFന് കിട്ടിയത്. BJPയുടെ നിത്യ രതീഷ് 279 വോട്ടുമായി 2-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. പാർട്ടിയും മുന്നണിയും പറഞ്ഞതുകൊണ്ടാണ് മത്സരിച്ചതെന്നും വിധിയുടെ ഇരയാണ് താനെന്നും ലതിക സുഭാഷ് പറഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട ലതിക സുഭാഷ് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. CPMലെ VN വാസവൻ വിജയിച്ചപ്പോൾ 6% വോട്ട് മാത്രം നേടി ഇവർ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പിന്നീട് NCPയിൽ ചേർന്ന പാർട്ടി നേതൃപദവിയിലും എത്തുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായാണ് ലതിക കോട്ടയം നഗരസഭയിൽ മത്സരരംഗത്തെത്തിയത്. അതേസമയം ലതിക രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീലയിടുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു ചാനൽ ചർച്ചയാണ്. 4 വർഷം മുൻപ് കോൺഗ്രസ് വിടുന്ന വേളയിൽ ചാനൽ ചർച്ചയിൽ വന്ന കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ ലതിക സുഭാഷിനെ അന്ന് കോൺഗ്രസ് നേതാവ് BRM ഷഫീർ പഞ്ഞിക്കിട്ടത് കേരളം മറന്നിട്ടില്ല. 4 വർഷം മുൻപ് നടന്ന ആ ചാനൽ ചർച്ചയുടെ വീഡിയോ ഒന്ന് കണ്ടുവരാം. CPMൽ ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തക അല്ലെങ്കിൽ NCPയുടെ വനിതാ പ്രവർത്തക തങ്ങളെ ഏതെങ്കിലും ഒരു ബോർഡിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല എങ്കിൽ പോയി തല പൊട്ടയടിച്ചിട്ട് ആ പാർട്ടി നിർത്താൻ പറ്റുമോ? നിങ്ങൾ ചെയ്ത് ശരിയാണോ? ഷഫീർ വേണമെങ്കിൽ ഈ ചർച്ച തീരുന്നിടം വരെ ഒരു 50 പ്രാവശ്യം കൂടെ നിങ്ങൾ തല മുട്ടയടിച്ചു മുണ്ടനെന്ന് പോലും പറയാതെ അങ്ങനെ പറഞ്ഞു. ഒരു കുഴപ്പവുമില്ല. ഞാൻ തൊളിക്കോട് വരുമ്പോൾ ഷഫീർ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ DCസിയുടെ ഒരു ഭാരവാഹിത്വം പോലും കിട്ടാത്തതിൽ ഇടപെട്ടയാളാണ് ഞാൻ. കോൺഗ്രസിൽ നിന്നൊരു നേതാവ് ഇറങ്ങി വന്നാൽ നേരെ AKG സെന്ററിലേക്ക് പ്രവേശനം ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ CPM അങ്ങനെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ മുൻപത്തെ ദിവസം വരെ CPMനെ വെല്ലുവിളിച്ചിരുന്ന നേതാക്കളെ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ ഉദ്ദേശിക്കുന്ന അച്ചടക്ക നടപടിയൊക്കെ കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കില്ലേ ശ്രീ ഷഫീർ? പുതിയ നേതൃത്വത്തിന് അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇനിയുമുള്ള നേതാക്കൾ പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനില്ലേ? ഷാനി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായി തന്നെ രാഷ്ട്രീയ ബോധത്തോടു കൂടി അതിന്റെ സംഘടനാ സംവിധാനത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് വരാൻ പോവുകയാണ്. മാറ്റങ്ങൾ എന്താണെന്ന് പരസ്യമായ ചർച്ചയ്ക്ക് ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ, പണ്ടത്തെ കോൺഗ്രസിനെ കൈകാര്യം ചെയ്തതുപോലെ ഇന്നത്തെ ഇനി വരാൻ പോകുന്ന കോൺഗ്രസിനെ കൈകാര്യം ചെയ്ത് കളയാമെന്ന് ഒരാളും വിചാരിക്കണ്ട. ഇവിടെ പ്രിയപ്പെട്ട സഹോദരി ലതിക സുഭാഷ് എനിക്ക് വളരെ സ്നേഹമുള്ളൊരു സഹോദരിയാണ്. എനിക്ക് അവരോട് രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ വിയോജിപ്പ് പറയുന്നതിൽ പോലും എനിക്ക് പ്രയാസമുള്ളൊരു സഹോദരിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചേച്ചിയോട് ചോദിക്കട്ടെ. ചേച്ചി, നിങ്ങൾ പറഞ്ഞല്ലോ ജനാധിപത്യത്തിന്റെ മഹടോദാഹരണം അല്ലാത്തതിനാൽ കോൺഗ്രസ് വിട്ടുപോയി. നിങ്ങൾ ചേക്കേറിയ NCPക്ക് ഒരു സംസ്ഥാന പ്രസിഡന്റായിരുന്നു TP പീതാംബരൻ മാസ്റ്റർ ഏത് തലത്തിലൊക്കെ ജനാധിപത്യപരമായി ചർച്ച ചെയ്തിട്ടാണ് മാറ്റിയിട്ടാണ് ഇന്നലെ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന PC ചാക്കോ സംസ്ഥാന അധ്യക്ഷനായത്? മറുപടി ഉണ്ടോ? അപ്പൊ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് NCPയിലോട്ട് ചാക്കേറുമ്പോ അതിലെവിടെയാണ് ജനാധിപത്യം? ആദ്യം പഠിക്കണം. ഞാൻ പറയട്ടെ ചേച്ചി വലിയ കാര്യം മനസ്സിലാക്കിയോ? ചേച്ചി മനസ്സിലാക്കേണ്ട, ചേച്ചി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കിട്ടിയവരാണ്. സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം കിട്ടിയ ആളാണ്. തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും മലമ്പുഴയിൽ സീറ്റ് കിട്ടിയ ആളാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി സീറ്റ് കിട്ടണമെന്ന്
പിന്നെ അതിയായ ആഗ്രഹമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം, നേരിട്ടറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഒരു പ്രാവശ്യം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പാർട്ടി ഓഫീസ് NCPയുടെ പാർട്ടി ഓഫീസിൽ പോയി ചേച്ചി തലമുട്ടയടിക്കോ? CPM-ൽ ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തക അല്ലെങ്കിൽ NCPയുടെ വനിതാ പ്രവർത്തക തങ്ങളെ ഏതെങ്കിലും ഒരു ബോർഡിൽ പിന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല എങ്കിൽ പോയി തലമുട്ടയടിച്ചിട്ട് ആ പാർട്ടി പിന്നെ നിർത്താൻ പറ്റുമോ? നിങ്ങൾ ചെയ്ത് ശരിയാണോ? നിങ്ങളെ കരളിന്റെ കഷ്ടമായി കൊണ്ടു നടന്ന പാർട്ടി അവരുടെ സീറ്റ് പരിഗണിച്ചപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏറ്റുമാനൂർ സീറ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഏറ്റുമാനൂർ സീറ്റ്, ആ ഏറ്റുമാനൂർ സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്നും ശക്തമായ സമ്മർദ്ദം കേരള കോൺഗ്രസുമായിട്ടുണ്ടായി. പക്ഷെ നെഗോസിയേഷൻ നടത്തിയപ്പോ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഫലമായി ഏറ്റുമാനൂർ സീറ്റ് എടുത്ത് കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടൂലേ? പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോക്ക്, 5 കൊല്ലക്കാലം ഈ പാർട്ടിയുടെ ചെലവിൽ നിങ്ങൾക്കറിയോ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ചുവന്ന ബോർഡ് വെച്ച കാർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, 2.5 നിങ്ങളുടെ പ്രിയങ്കരനായ ഭർത്താവ്, വന്ധ്യനായ നിങ്ങളുടെ ഭർത്താവിന് ഈ പാർട്ടി ചിഹ്നത്തിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആവട്ടെ, ഒരു ദിവസമാവട്ടെ ചേച്ചി, ഒരു പഞ്ചായത്ത് മെമ്പറാവാൻ പറ്റാത്ത ഒരു 10,000 ഈ പാർട്ടിയിലുണ്ട്. അറിയോ, ഈ പാർട്ടി കൊണ്ട് ജീവിതത്തിന്റെ രക്തസാക്ഷിയാവരുണ്ട്. ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് തല വെട്ടിയെറുക്കപ്പെട്ട ഷുഹൈബുണ്ട്, ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് ഉണ്ട്. ഈ പാർട്ടി ഒന്നും കൊടുത്തിട്ടില്ല. ഈ പാർട്ടിയുടെ കൊടി പിടിച്ചതിന് വെട്ടിയറുക്കപ്പെട്ട കൃപേഷിന്റെ ശരത് ലാലിന്റെ സഹോദരിയും ശരത് ലാലിന്റെ പിതാവും ഈ ചർച്ച കാണുന്നുണ്ടാവും. നിങ്ങൾ ആലോചിക്കണം. ഈ പാർട്ടിയുടെ കൊടി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പാർട്ടിയുടെ കൊടി പിടിച്ചു എന്നൊരൊറ്റ കാരണത്താൽ കൈകാലികൾ വെട്ടിയെറുക്കപ്പെട്ടവർ, വിധവകളാക്കപ്പെട്ടവർ, പിതാക്കന്മാരെ നഷ്ടപ്പെട്ടു പോയവർ, കാലിന്റെ താഴെ വെച്ച് അടിച്ചൊടിക്കപ്പെട്ടവർ, നിരങ്ങി നടക്കുന്നവർ, മുറിച്ചു മാറ്റപ്പെട്ടവർ, കേസും തിണ്ണയുമായി നടക്കുന്നവർ, കള്ളക്കേസിൽ കാരാഗ്രഹത്തിൽ അടച്ചിട്ടവർ 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവിടെ കണ്ണുനിന്ന് വരുന്നത് കണ്ണീരുള്ള ചോരയാണ്. നിങ്ങൾക്ക് 2.5 കൊല്ലമെങ്കിലും സ്റ്റേറ്റ് കാർ നിങ്ങളുടെ വീട്ടിലെ മുറ്റത്ത് കിടന്നിട്ടുണ്ട്. നിങ്ങളുടെ വന്ധ്യനായ ഭർത്താവിന് നിയമസഭയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടണമായിരുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്തത് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന് യുദ്ധത്തിന് പോകുമ്പോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നേർക്കുനേർ യുദ്ധത്തിന് പോകുമ്പോ, ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തമൊഴുകിയ മണ്ണിൽ ഞങ്ങളുടെ പാർട്ടിയുടെ 80-90-ൽ പരം നേതാക്കന്മാർ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പാർട്ടിയുടെ ഓഫീസിന്റെ മുമ്പിൽ പോയി നിന്ന് വളരെ മോശമായി തലമൊട്ടയടിച്ചുകൊണ്ടൊരു പാർട്ടിയെ കരിമാരി തെച്ചാൽ നിങ്ങൾക്ക് ഈ പാർട്ടി നിൽക്കാൻ പറ്റുമോ? ഈ പാർട്ടി നിങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ പാർട്ടി BRM ഷമീറിന്റെ പാർട്ടിയല്ല. ഈ പാർട്ടി 10,000-കണക്കിന് വരുന്ന ഒന്നും ആവാതെ പോയ ആളുകളുടെ പാർട്ടിയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കിക്കോ. 1. 2, സതീഷ് പറഞ്ഞു. ഒറ്റ മിനിറ്റ് ഷഫീർ, താങ്കൾ വ്യക്തിപരമായി തന്നെ ശ്രീമതി ലതിക സുഭാഷിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു.